ആലപ്പുഴ മണ്ണഞ്ചേരിയിലെ മോഷണത്തിന് പിന്നിൽ കുറുവാ സംഘമെന്ന് സ്ഥിരീകരിച്ച് പോലീസ്. സംഘത്തിൽ 14 പേരാണുള്ളത്. മൊബൈൽ ഫോൺ ഉപയോഗിക്കാതെ ആസൂത്രിതമായാണ് മോഷണമെന്ന് ആലപ്പുഴ ഡിവൈഎസ്പി എം.ആർ. മധുബാബു പറഞ്ഞു. പിടിയിലായ സന്തോഷ് സെൽവം കുറുവാ സംഘത്തിൽപ്പെട്ടയാളാണ്. എന്നാൽ മണികണ്ഠൻ സംഘത്തിന്റെ ഭാഗമാണോ എന്ന് പരിശോധിക്കുകയാണെന്നും ഡിവൈഎസ്പി വ്യക്തമാക്കി. സന്തോഷ് സെൽവം എന്നുള്ള പ്രതി ഇതിൽ ഇൻവോൾവ് ആണെന്ന രീതിയിൽ ആലപ്പുഴ പോലീസിന് വ്യക്തമായി കഴിഞ്ഞു. ഇതിൽ ഈ സന്തോഷ് സെൽവത്തോടൊപ്പം തന്നെ ഇന്നലെ നമ്മൾ പിടികൂടിയ കസ്റ്റഡിയിലെടുത്ത ഒരു മണികണ്ഠൻ, അയാളുടെ കാര്യത്തിൽ നമുക്കിതുവരെ വ്യക്തത വന്നിട്ടില്ല. കാരണം വിഷ്വൽസിൽ കാണുന്ന ഈ രണ്ടാമത്തെ ആൾ മൂടി പുതച്ച ഒരവസ്ഥയിലാണ് വന്നത്. മാത്രമല്ല, ഇവർ മോഷണ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് പോകുമ്പോൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കാറില്ല. വളരെ ആസൂത്രിതമായ രീതിയിലാണ് മോഷണങ്ങൾ ഇവർ നടത്തുന്നത്. മനീഷ് മഹിബാൽ വിശദാംശങ്ങളുമായി ചേർന്നു. മനീഷ്, ഇന്നലെ രാത്രി കുണ്ടന്നൂരിൽ വെച്ച് 2 പേർ കസ്റ്റഡിയിലാകുന്നു. അതിൽ ഒരാൾ സന്തോഷ് സെൽവം കുറുവാ സംഘമെന്ന് പോലീസ് സ്ഥിരീകരണം വരുന്നു. അപ്പോഴും ആലപ്പുഴയുടെ ഉറക്കം കെടുത്തിയ സംഘത്തെ പിടികൂടുമ്പോഴും ചില സമയത്ത് ഉറക്കം പോവുകയാണ്. അതായത് 14 അംഗ കുറുവാ സംഘം സംസ്ഥാനത്ത് എത്തിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നു. ഈ സംഘത്തെക്കുറിച്ച് സന്തോഷിലൂടെ പോലീസിന് എത്താനാകുമോ? ഇവർ ആലപ്പുഴ കേന്ദ്രീകരിച്ച് തന്നെയാണോ മോഷണം നടത്തുന്നത്, അതോ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഈ 14 അംഗ സംഘം അവരുടെ വേരുകൾ പടർത്തിയെന്നാണോ മനസ്സിലാക്കേണ്ടത്? ഇതുമായി ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ് മനീഷ്? സുഹൈൽ, കേവലം 25 വയസ്സ് മാത്രം പ്രായമുള്ള ഈ സന്തോഷ് സെൽവമാണ് കഴിഞ്ഞ കുറേ കാലങ്ങളായി കേരളത്തിൽ പലയിടങ്ങളിലും മോഷണം നടത്തി രാത്രികാലങ്ങളിൽ ആളുകൾക്ക് അവരുടെ തലവേദനയായി ഉറക്കം നഷ്ടപ്പെടുത്തിയത് ഇയാളാണ്. ഇയാൾ തന്നെ സമ്മതിക്കുന്നത് 30ഓളം കേസുകൾ ഇയാളുടെ പേരിലുണ്ട് എന്നാണ്. 3 മാസങ്ങൾക്ക് മുൻപാണ് പാലായിൽ നടന്ന ഒരു മോഷണ കേസിൽ ജയിലിൽ നിന്നും ഇയാൾ മോചിതനായി പിന്നീട് മോഷണം തുടർക്കഥയാക്കിയത്. ഇതിൽ സുഹൈൽ ചോദിച്ചതുപോലെ 14 അംഗങ്ങൾ ഈ കേരളത്തിൽ ഇപ്പോൾ ഈ രീതിയിൽ കുറുവാ സംഘം എന്ന രീതിയിൽ കേരളത്തിൽ മോഷണം നടത്തുന്നുണ്ട്. പക്ഷേ മണ്ണഞ്ചേരിയിൽ ഈ സന്തോഷിനൊപ്പം വന്നത് ആരാണ് എന്ന് പോലും പോലീസിനോട് വ്യക്തമാക്കാൻ ഇയാൾ തയ്യാറായിട്ടില്ല. ഇന്നലെ രാത്രി ഇയാളെ പോലീസ് കസ്റ്റഡിയിലെടുത്ത ശേഷം പോലീസ് ക്യാമ്പിൽ കൊണ്ടുവന്ന ശേഷം പിന്നീട് പുലർച്ചെ കൊണ്ടുവന്നത് മണ്ണഞ്ചേരിയിലാണ്. മണ്ണഞ്ചേരിയിൽ മോഷണം നടന്ന സ്ഥലത്ത് ഇവർ നടന്നുപോയി എന്ന് കരുതപ്പെടുന്ന CCTV ദൃശ്യങ്ങൾ ഇവരെ കാണപ്പെട്ട സ്ഥലങ്ങളിൽ ഒന്നുകൂടി അത് റീക്രിയേറ്റ് ചെയ്തു. അതായത് അവരന്ന് ധരിച്ച അതേ വസ്ത്രത്തിൽ ഈ തുണി കൊണ്ടൊക്കെ മുഖം മറച്ച് അർത്ഥനഗ്നനായി അതേ വേഷത്തിൽ തന്നെ ഈ സന്തോഷിനെ ഒന്നുകൂടി നടത്തിച്ചു. അപ്പോൾ കണ്ട ദൃശ്യങ്ങളും ഇപ്പോൾ കാണുന്ന ഒരുപോലെയാണോ എന്ന് പോലീസ് പരിശോധിച്ചു. പിന്നീട് മോഷണം നടത്തിയ രീതി പോലീസ് തെളിവെടുപ്പിനിടയിൽ ഇയാൾ കാണിച്ചു കൊടുത്തു. അങ്ങനെ പ്രതി ഇയാളാണെന്ന് പോലീസ് ഉറപ്പിക്കുകയാണ്. പക്ഷേ മണികണ്ഠനെ സംബന്ധിച്ച് മണികണ്ഠൻ ഈ കേസിൽ പ്രതിയാണോ അല്ലെങ്കിൽ എന്താണ് ഇയാൾക്ക് ഇതിനകത്ത് പങ്കെന്നുള്ള കാര്യം പോലീസിന് വ്യക്തമാകാത്തതുകൊണ്ട് കൂടുതൽ വിവരങ്ങൾ അത് സംബന്ധിച്ച് പോലീസ് ഇപ്പോൾ വ്യക്തമാക്കുന്നില്ല എന്ന് മാത്രമാണ് പറയുന്നത്. പക്ഷേ ഈ പറവൂരിലടക്കം പുന്നപ്രയിലും തൂക്കുകുളത്തിലും അടക്കം പങ്കെടുത്തിട്ടുള്ളത് ഇവരിലേക്കാൾ പ്രായം കൂടിയ ആളുകളാണ്. പക്ഷേ ഇവർ ഒരേ സംഘത്തിൽപ്പെടുന്നവർ അല്ലെങ്കിൽ കൂടി ഒരു സീസണബിളായി ഇവർ ഈ കേരളത്തിലേക്ക് എത്തുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ ഇവർ പരസ്പരം തമ്മിൽ പരിചയം വേണമെന്നതില്ല. പക്ഷേ പോലീസിന് ഇവരെ പ്രതികളിലേക്ക് എത്താൻ ഏറ്റവും പ്രധാനമായത് ഇന്ന് രാവിലെ നമ്മൾ കൊടുത്ത വാർത്തയാണ്. 7 മണിക്ക് നമ്മൾ കൊടുത്തിരുന്നു. ഈ സന്തോഷ് സെൽവം പ്രതിയാണെന്ന് മനസ്സിലായത് നെഞ്ചിൽ പതിച്ച ഒരു ടാറ്റു ആണ്. നെഞ്ചിൽ ഭാര്യ ജ്യോതിയുടെ പേര് പച്ച കുത്തിയിരുന്നു. ഇത് ഇയാളുടെ മുഖം പലപ്പോഴും കണ്ടില്ലായിരുന്നുവെങ്കിലും പക്ഷേ പലപ്പോഴും ഇയാളെ ദൃക്സാക്ഷികൾ കണ്ടത് നെഞ്ചിലെ പച്ച കുത്തിയ വിവരമായിരുന്നു. ഇത് അന്വേഷണ സംഘത്തോട് പറഞ്ഞിരുന്നു. അന്വേഷണ സംഘം ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തിയപ്പോഴാണ് തമിഴ്നാട് തിരുച്ചിറപ്പള്ളിയിൽ നിന്നും നെഞ്ചിൽ ജ്യോതി എന്ന പേര് പച്ച കുത്തിയ ഈ സന്തോഷ് സെൽവത്തെ പറ്റി പറയുന്നത്. ഇയാൾ നിരവധി മോഷണ കേസുകൾ പ്രതിയാണെന്നും നിലവിൽ ഈ അന്വേഷണ സംഘം അന്വേഷിക്കുമ്പോൾ ഇയാൾ കേരളത്തിലുണ്ട് എന്ന് മനസ്സിലാക്കുകയും ഈ കുണ്ടന്നൂർ പാലത്തിന്റെ അടിയിൽ ഉള്ള ഉൾനാടൻ മത്സ്യബന്ധന തൊഴിലാളികൾ അല്ലെങ്കിൽ നാടോടി സംഘവുമായി ചേർന്ന് അവിടെ താമസിക്കുന്നു എന്ന് മനസ്സിലാക്കുകയും ഇന്നലെ ഉച്ചയോടുകൂടി തന്നെ ഇയാളെ അവിടെ കാണുകയും രഹസ്യമായി നിരീക്ഷണം നടത്തുകയൊക്കെ ചെയ്തത്. അവിടെ നിന്നും ഇന്നലെ ഇയാളെ കസ്റ്റഡിയിൽ എടുക്കുമ്പോൾ പോലീസ് സംഘത്തിന് കുറച്ച് ഉരുപ്പടികളും ലഭിച്ചിരുന്നു. ഈ ഉരുപ്പടികൾ സ്വർണ്ണമാണോ എന്ന് പരിശോധിച്ച് വരികയാണ്. അതായത് ഈ സ്വർണ്ണ ആഭരണങ്ങൾ കൊണ്ടുവന്നാൽ അത് മുറിച്ച് കഷ്ണങ്ങളാക്കി ആണ് സൂക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവർ ഉദ്ദേശിക്കുന്നത് അത് തെളിവ് ശേഖരണത്തിലടക്കം പോലീസിന് വലിയ രീതിയിൽ ആശങ്ക അല്ലെങ്കിൽ പോലീസിന് ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കാനും
ചെയ്യാനും ഇതിന് ഉടമയ്ക്ക് അത് തിരിച്ചറിയാതിരിക്കാനും ഒക്കെ വേണ്ടിയിട്ടായിരിക്കാം ആ ഒരു തരത്തിലേക്ക് മാറ്റുന്നത്. ഇനി പോലീസിന് ഈ 7 സംഘ സ്ക്വാഡിന് അടുത്ത നടപടി ഈ മറ്റു കേസുകളിലെ പ്രതികളെ ഈ നിലവിൽ കിട്ടിയിട്ടുള്ള സന്തോഷവുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്ത് കസ്റ്റഡിയിൽ എടുക്കുക എന്നുള്ള ഉദ്ദേശമാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് തന്നെ മജിസ്ട്രേറ്റ് മുൻപിൽ ഹാജരാക്കും. നാളെ കോടതിയിൽ കസ്റ്റഡി അപേക്ഷ നൽകി കൂടുതൽ സ്ഥലങ്ങളിൽ എത്തിക്കുകയും വിശദമായി ചോദ്യം ചെയ്യാനുമാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം.